തുറമുഖ വകുപ്പിന്റെ നൂതന സംരംഭമായ കപ്പൽ ഗതാഗത പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. യാത്രാ സൗകര്യവും വിനോദവും ലക്ഷ്യമാക്കി ആരംഭിക്കുന്ന കപ്പൽ സർവീസ് വഴി 3 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടെത്താനാകും. യാത്രാമാർഗത്തിനൊപ്പം തുറമുഖങ്ങളിലൂടെ വാണിജ്യ വ്യാപാര ശൃംഖലയും ശക്തിപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്കും ഒരു ദിവസം ഒരു ഹൈഡ്രോഫോയിൽ ഷിപ്പ് സർവീസ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. സർവീസിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ കപ്പൽ മാർഗമുള്ള ഗതാഗതത്തിന് തുടക്കമാവുമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സർവീസ് നടത്തുന്ന കപ്പലുകളുടെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനം ക്ഷമമാവുകയും അത് വിജയകരമായി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ യാത്രാരംഗത്തൊരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഗതാഗതത്തിനുള്ള കപ്പലുകൾ ഗ്രീസിലെ ഏതൻസിൽ നിന്നുമാണ് എത്തിച്ചിട്ടുള്ളത്. ഒരേ സമയം 150 പേർക്ക് കപ്പലിൽ യാത്ര ചെയ്യാനാകും. ബിസിനസ് ക്ലാസ്, എക്കോണമി ക്ലാസ് എന്നീ 2 വിഭാഗങ്ങളായാണ് യാത്രാരീതി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ കപ്പലിലുള്ള യാത്രാക്കൂലി എത്രയെന്ന് നിശ്ചയിച്ചിട്ടില്ല. യാത്രക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നതിനുള്ള പാൻട്രി സൗകര്യവും കപ്പലിനുള്ളിലുണ്ട്. കൊച്ചി കോഴിക്കോട് കപ്പൽ സർവീസ് വിജയകരമാണെങ്കിൽ തിരുവനന്തപുരത്തേക്കും ലക്ഷദ്വീപിലേക്കും സമാനമായ ഹൈഡ്രോഫോയിൽ ഷിപ്പ് സർവീസ് തുടങ്ങാനും പദ്ധതിയുണ്ട്. വിനോദസഞ്ചാര മേഖലയിലെ ഉണർവിനൊപ്പം റോഡിലെ ഗതാഗത കുരുക്കിൽ നിന്നും കപ്പൽ സർവീസ് തുടങ്ങുന്നതോടെ മോചനമാകും. റിപ്പോർട്ടർ, കൊച്ചി.